നമ്മുടെ തിരുവോണ ദിവസം എങ്ങനെയായിരുന്നു എന്ന് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ ആഘോഷങ്ങളൊന്നുമില്ലായിരുന്നെങ്കിലും കുറച്ച് തിരക്കുകളും കുറച്ച് കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും ഒക്കെ ആയിട്ടാണ് തിരുവോണം കടന്നു പോയത്. ഇന്ന് അവിട്ടമാണ്. അവിട്ടം നമ്മൾ സുചേച്ചിയുടെ അടുത്താണ്, ഷാജിയണ്ണൻ്റെ അടുത്താണ്. രാവിലെ എണീറ്റു. സുചേച്ചിയുടെ ചെടികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതാട്ടോ. സന്ധ്യയ്ക്ക് വന്നതുകൊണ്ട് ചെടികളൊന്നും നോക്കാൻ പറ്റിയില്ല. അപ്പോൾ രാവിലെ എണീറ്റ് ദേ ചെടികളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ നിന്നു. അതിൻ്റെ ഇടയ്ക്ക് മീൻ വണ്ടിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. കുറേ ചെടികൾ ഉണങ്ങിയൊക്കെ പോയിട്ടുണ്ട്, ചിലതൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്, അതൊക്കെ കണ്ടു. ഇത് ഞാൻ കണ്ടിട്ടേ ഇല്ലാത്തൊരു സൈസ് ഇലച്ചെടിയാട്ടോ. നല്ല ഭംഗിയുണ്ട് ഇല കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒരു കമ്പോ തയ്യോ കൊണ്ടുപോകണം എന്ന് മനസ്സിൽ പ്ലാൻ ഉണ്ട്. നടക്കുമോ എന്നറിയത്തില്ല, ചിലപ്പോൾ ഞാനങ്ങ് മറന്നു പോവും. ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആരും എഴുന്നേറ്റില്ല, ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. സുചേച്ചിക്ക് രാവിലെ എന്തൊക്കെയോ വയ്യാഴികളൊക്കെ ആയിരുന്നു, തലേ രാത്രിയിലും വയ്യായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോകണമെന്നും പറഞ്ഞിരിക്കുകയാണേ. പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോനുകുട്ടൻ ഇന്നലെ വന്നതുപോലെയൊന്നുമല്ല, കുറച്ച് ഉഷാറായിട്ടുണ്ട്. മെഡിസിനൊക്കെ കഴിച്ച് രാവിലെ എണീറ്റിരിക്കുവാണ്. മാളും അവിടെ മുറ്റം തൂക്കുന്നുണ്ട്, അതൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിനാണ് മാളു കുട്ടി ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ നേരത്തെ നമ്മൾ സുചേച്ചിയുടെ പോയ വീഡിയോയിൽ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സുചേച്ചിയുടെ മക്കൾക്ക് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ലേ എന്നൊക്കെ കേട്ടോ. അവർക്ക് നാണമാണ്, അത്രയേ ഉള്ളൂ കാര്യം. പിന്നെ ദേ ഇവിടെ കുഞ്ഞോൻ അതിരാവിലെ എണീറ്റു. ഓരോരുത്തരെ ഉണർത്തിയത് അവനാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അവനാണല്ലോ വീട്ടിലെ കാരണവർ. രാവിലെ സുചേച്ചി എഴുന്നേറ്റ് വന്നു രാവിലത്തെ കാപ്പിയൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഭയങ്കര തലവേദനയും ദേഹത്ത് വേദനയൊക്കെ ആയിരുന്നു, നിൽക്കാൻ വയ്യായിരുന്നു അടുക്കളയിൽ. അങ്ങനെ പോയി വീണ്ടും അങ്ങോട്ട് കിടന്നിട്ടുണ്ട്. ഷാജിയണ്ണനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നുണ്ട്, പോകുമോ എന്തുവാന്ന് അറിയത്തില്ല. എന്തായാലും തീരെ വയ്യ എന്നുള്ളത് സത്യമാണ്. മാളും കൊച്ചുമാളും കൂടെ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് റവ ഉപ്പുമാവ് ഉണ്ടാക്കി, പഴമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. മോനുകുട്ടനും ജാനിക്കുട്ടിയൊക്കെ കഴിച്ചു, കുഞ്ഞോനും കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് അവർ ഹോസ്പിറ്റലിൽ പോയി. സുചേച്ചിയും ഷാജിയണ്ണനും മാളും കൂടിയാണ് ഹോസ്പിറ്റലിൽ പോയി സുചേച്ചി ഇഞ്ചക്ഷനൊക്കെ എടുത്തു, മരുന്നൊക്കെ കൊടുത്തു, ആൻറ്റിബയോട്ടിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ആയിട്ട് അവർ തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സുചേച്ചിയെ നോക്കി കുറച്ച് നേരമൊക്കെ ഇരുന്നു. ഇന്നലെ മാളുക്കുട്ടി ഇട്ട് തന്ന മൈലാഞ്ചിയൊക്കെ ദാ ഉണങ്ങി ഈ പരുവത്തിലൊക്കെ ആയിട്ടുണ്ട്. മോനുകുട്ടൻ ഇന്നലെ വന്നപ്പം അനങ്ങാതൊക്കെ ഇരുന്നെങ്കിലും ഇന്ന് സൈക്കിൾ എടുക്കാനൊക്കെ റോന്ത് ചുറ്റി നടക്കുന്നുണ്ട്. മുത്താണെങ്കിൽ നമ്മുടെ 2 വീലർ ഒന്ന് കഴുകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് പോയി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ വാതക്കൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ മീൻ വണ്ടി വരുമ്പോൾ ഹോൺ അടിക്കും. ഓയ് വിളിക്കുന്ന മീൻകാർ ഇവിടെ കുറവാണ് കേട്ടോ. പക്ഷേ രാവിലെ മുതൽ ഇതുവഴി പോകുന്ന മീൻകാരൊക്കെ ഓയ് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് കേൾക്കാൻ വേണ്ടിയിട്ട് ഈ വാതക്കലോട്ട് വന്നിരുന്നതാണ്. ഇരുന്നിരുന്ന് വിശപ്പ് കയറിയപ്പോൾ പിന്നെ വന്ന് ചായയും കുടിച്ചു, ഉപ്പുമാവും എടുത്ത് കഴിച്ചു, മെഡിസിനൊക്കെ എടുത്ത് കഴിച്ചു. തലയ്ക്കകത്ത് വേദന ഇന്നലെ രാത്രിയിൽ കിടന്നു കഴിഞ്ഞ് കുറച്ച് കുറവുണ്ടായിരുന്നു, വീണ്ടും അങ്ങോട്ട് കൂടിയിട്ടുണ്ട്. അപ്പം മെഡിസിൻ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്ന് കഴിച്ചു, മെഡിസിനൊക്കെ കഴിച്ചു. ജാനിക്കുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് ഒരുക്കമാണ്. പിന്നെ കുഞ്ഞോൻ കുളിയൊക്കെ കഴിഞ്ഞു വന്ന് ഉറക്കത്തിൻ്റെ ഒരു ഇതിൽ വന്ന് ഞാൻ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കുലുക്കി ഉറക്കി, താരാട്ടൊക്കെ പാടി ഉറക്കി. കുറച്ച് നേരത്തേക്ക് ഇനി ഉറങ്ങും. ഇഞ്ചക്ഷനും ഒക്കെ എടുത്ത് വന്ന് സുചേച്ചി കുറേ നേരം അവിടെ കിടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് അടുക്കളയിൽ വന്നിട്ടുണ്ട്. ഇന്ന് ചിക്കൻ മേടിച്ചിട്ടുണ്ട്, ഇന്ന് ചിക്കൻ കറി വെക്കാം. വേറെ ഒന്നും വെക്കുന്നില്ല, കാരണം ഇന്നലെ നമ്മൾ വിഭവസമൃദ്ധമായിട്ടാണ് കഴിച്ചത്. അതുകൊണ്ട് കറികൾ പരിപ്പും അതെല്ലാം സാമ്പാറും ഒക്കെ എടുത്തങ്ങ് കളഞ്ഞു. ബാക്കി മോരുകറിയൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ കൊണ്ടങ്ങ് പോകാമെന്ന് വിചാരിച്ച് ഇന്നത്തേടം. ഞാൻ കുറച്ച് തുണികളൊക്കെ കഴുകാനുള്ളതെല്ലാം കഴുകി ഉണക്കാനിട്ടു. ആ വെയിൽ കൂടെ കൊണ്ടപ്പോഴത്തേക്ക് എൻ്റെ തലവേദന കലശലായി. എൻ്റെ പ്രിയങ്ങളെ, എന്തോ പറയാനാ. ഗുളിക രാവിലെ ഞാൻ കഴിച്ചിട്ടും എനിക്ക് ഒരു വ്യത്യാസവും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ തുണികളൊക്കെ കഴുകിയിട്ടേച്ച് പോയി ഒരൊറ്റ കിടപ്പങ്ങ് കിടന്നു. ഉറങ്ങിയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, തല പെരുക്കുമായിരുന്നു. കുറേ കിടന്ന് അത് കഴിഞ്ഞ് ഉച്ചയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് തലവേദന, എനിക്കറിയില്ല, തലവേദനയെന്ന് പറയാൻ പറ്റില്ല, തല പെരുക്കുമായിരുന്നു കേട്ടോ. 2 വീലറിലിരുന്ന് വന്നിട്ടായിരിക്കും ഭയങ്കര നടുവും പുറമെല്ലാം വേദനയും എന്തൊക്കെ, എനിക്ക് ആകെപ്പാടെ ഇടങ്ങേറായിപ്പോയി. പിന്നെ എനിക്ക് ശർക്കര വരട്ടി കണ്ടാൽ പിന്നെ ഞാൻ വിടത്തില്ല കേട്ടോ. തലവേദനയാണെങ്കിലും ഞാനത് വായിലിട്ട് അലിച്ച് കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് ദേ അത്തപ്പൂക്കളമൊക്കെ വാരി
എല്ലാം ക്ലീൻ ചെയ്തു, മാളും ജാനിക്കുട്ടിയും കൂടെ. അപ്പം ഞാനത് അവർ അത്തപ്പൂക്കളം വാരുവാന്ന് കണ്ടുകൊണ്ട് എഴുന്നേറ്റ് വന്ന കേട്ടോ. അതെനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുന്നേറ്റ് വന്നേ, അല്ല ഞാൻ വീണ്ടും കുറച്ച് നേരം കൂടെ അവിടെ കിടന്നേന്. സൂചേച്ചിക്കാണെന്നുണ്ട് വയ്യാഴിയെക്കാട്ടിൽ വിഷമം. നമ്മളെ വിളിച്ചിട്ട് ഒന്നും വെച്ച് തരാൻ പറ്റുന്നില്ല, ആഹാരം വെക്കാൻ പറ്റുന്നില്ല, പായസം വെച്ച് തന്നില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൂചേച്ചി കിടക്കും എഴുന്നേക്കും, കിടക്കും എഴുന്നേക്കും, അങ്ങനെ കേട്ടോ. ഞങ്ങൾ പറഞ്ഞു ഇന്നലെ വന്ന് വയറ് നിറച്ച് ആഹാരം എല്ലാം കഴിച്ചു. അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ ഇത്തിരി ഒരു കൂട്ടം കുറവാണെന്ന് വിചാരിച്ചിട്ട് ഒന്നുമില്ല, സൂചേച്ചി കിടന്നോളാൻ പറഞ്ഞു. പിന്നെ ഒരു ചായ കിട്ടി. ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ പോയി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഇവിടെ രണ്ടുപേരും ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ഇരുന്നിട്ടുണ്ട്. മോനുകുട്ടന് വിശപ്പൊക്കെ ഉണ്ട്, പക്ഷേ അങ്ങോട്ട് കഴിക്കാനൊരു ഉഷാറില്ല. ഇന്നും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഒരു 2-3 ഉരുള ചോറുണ്ടിട്ട് എഴുന്നേറ്റ് പോയി. അതെ അതെ അതേ ഉള്ളു ഇവിടെ. എന്തായാലും എന്തോ ആയിരിക്കുന്നത് നോക്കിക്കേ, ഒരു ബർഗറിന്റെ കൂട്ടുള്ള സ്റ്റീപ്പ് എന്തോ സാധിക്കുകയാണ്. ജാനിക്കുട്ടിയെ അമ്മുമ്മയും അപ്പൂപ്പനും അച്ഛനും കൂടി വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. ഞാൻ എൻ്റെ തലയ്ക്ക് ഇച്ചിരി വെളിവ് വീഴട്ടെന്ന് ഓർത്തുകൊണ്ട് പോയി അങ്ങ് കുളിച്ചു കഴിയുമ്പോൾ ഇത്തിരി ആശ്വാസം കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയി. കഴിഞ്ഞ ഒരു നേരത്തെ ഉള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് തലവേദന വരുമ്പോഴത്തേക്ക് എൻ്റെ മുഖം എല്ലാം കൂടെ ഒരുമാതിരി നീര് വെച്ച പോലെ ഇരിക്കുവേ. ഇന്നും അതായിരുന്നു അവസ്ഥ. 2 വീലറിൽ പോകാമെന്ന് പറഞ്ഞപ്പോഴേ എന്നോട് മാമൻ പറഞ്ഞായിരുന്നു കാറിന് വരാം. പക്ഷേ എനിക്ക് കാറിനകത്തായിരുന്നു ഇതിലും ഭീകരമായ അവസ്ഥയായി പോയേനെ. ഷാജേണ്ണൻ അതോടൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയതായിട്ട്. അപ്പം 2 കോപ്പിക്കോട മുട്ടായി കൊണ്ടുവന്നു. അത് ഞാൻ അടിച്ചു മാറ്റി കഴിച്ചു. കുഞ്ഞിനെ പിടി, ഇനി വാ. വരുന്നെങ്കിൽ വരും. കുമാരൻ ഞാൻ കടയിൽ വരെയൊക്കെ പോയിട്ട് വൈകിട്ടത്തേക്കുള്ള ഭക്ഷണത്തിനുള്ള ഗോതമ്പൊടി വയ്ക്കുക. നമ്മള് ഞാന് നീര് എന്റെ മക്കൾ 4 പേര്. കുഞ്ഞമ്മ പിന്നെ കുഞ്ഞമ്മ 5, ജെൻസി 6, പെങ്ങള് 4, എന്റെ അമ്മാന്റെ മോള് 7, അമ്മാന്റെ മോള് 7, എന്റെ അമ്മാന്റെ മക്കള് 2 പേര്, 7 9, എന്റെ പെങ്ങളുടെ മക്കൾ 2 പേര്. അയ്യോ എണ്ണണേ, അത് വലിയ കുഴപ്പമല്ലെങ്കിൽ. 11 പേര്. കുഞ്ഞ് ഒരു 3:30-4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് സൂചിച്ച് വേണ്ട പായസമൊക്കെ വെച്ചു. ഞങ്ങളവിടെ വരെ പോയിട്ട് വരട്ടെ. ഹലോ, ഹായ്. ആരാ ഏതാ? ചേട്ടാ പൂ പറിക്കാം അവിടെ. കൊച്ച മുട്ടു മുറിയേണ്ടി വീണ. വണ്ടി വരുന്നെന്ന് തോന്നുന്നു. എന്തോ അങ്ങോട്ട് നീങ്ങി നിൽക്കും, മാമി തരാം.
പിച്ചാൻ നിൽക്ക്. എന്നാ ഞാനിങ്ങോട്ട്. ഹായ്. അവിടെ നിറച്ചുണ്ട്. മറ്റേ ആ ഡിയോ ഓടിച്ച് കൈ കഴിച്ചു. അതിനെക്കൂടല്ല അമ്മ ആ പൂ ഒരെണ്ണം വറുത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ വെള്ളത്തിൽ കല്ലെടുത്തെറിയല്ലോ അത്. വെള്ളം തെറിക്കുന്നു കുഞ്ഞു. രാജനും പറഞ്ഞ പോകാം. കഴിഞ്ഞ പ്രാവശ്യം സുചേച്ചിയുടെ അടുക്ക വന്നപ്പോൾ നമ്മുടെ വീഡിയോയിലെല്ലാം ഈ സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അവിടെ എല്ലാം വെള്ളം കയറി കിടക്കുന്നത് കൊണ്ട് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കുഞ്ഞു പാലമൊക്കെ ഉണ്ട്, പക്ഷേ നമുക്കത്ര ശീലമില്ലാത്തതുകൊണ്ട് ചിലപ്പം വെള്ളത്തിൽ മൂക്കും കുത്തി വീഴും. അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങിയില്ല. വെറുതെ അവിടെയൊക്കെ നടന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ നേരെ എതിർവശത്തോട്ട് പോയെടുത്താണ് നമ്മളിപ്പോൾ കണ്ട നമ്മുടെ ഈ പോള പൂക്കളും അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടത് കേട്ടോ. പിന്നെ ഇവിടെ സുചേച്ചിയുടെ കുറച്ച് അയൽവക്കക്കാരൊക്കെ ഉണ്ട്, നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്ന് സംസാരിച്ച് വലിയ സ്നേഹമായിട്ടിരുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ വന്ന് അവരോടൊക്കെ കുശലം പറഞ്ഞിട്ടൊക്കെ ഞങ്ങൾ അങ്ങ് പോയി. കറക്കമൊക്കെ കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും ഇത്തിരി പായസമൊക്കെ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അങ്ങനെ പായസമൊക്കെ എടുത്ത് കുടിച്ചു കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് തലവേദനയും നടുവേദനയും പുറത്തുവേദനയും ഒക്കെ ഉണ്ടായിട്ടും ഞാൻ ഇന്ന് എനിക്ക് കിട്ടിയൊരവസരം മുതലാക്കി കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ സൈക്കിളിൻ്റെ പുറകിലിരുന്ന് യാത്ര ചെയ്തിട്ടില്ല, സൈക്കിൾ ഓടിച്ചിട്ടുമില്ല. 2 വീലർ ഓടിക്കാൻ പഠിക്കാൻ തീരുമാനിച്ചപ്പം എല്ലാവരും പറഞ്ഞു സൈക്കിൾ ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് പാടായിരിക്കും. ഇനിയും കുഞ്ഞിലെ എങ്ങാനും എനിക്ക് ഓർമ്മയില്ലാത്ത സമയത്തെങ്ങാനും മാമന്മാർ വല്ലതും സൈക്കിളിൽ കൊണ്ടുപോയെങ്കിലേ ഉള്ളൂ, കാരണം അവിടെ എല്ലായിടത്തും സൈക്കിളാണല്ലോ. അങ്ങനെ ഇന്ന് നമ്മുടെ അവിട്ടം ദിനവും കഴിഞ്ഞു പോവുകയാണ്. രാത്രിയിലത്തേക്ക് പൊറോട്ട വാങ്ങിച്ചു, ചിക്കൻ കറി ഉള്ളതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചെങ്കിലും എല്ലാവരുടെയും ആരോഗ്യനില പ്രമാണിച്ച് പൊറോട്ട വാങ്ങിച്ചു. അങ്ങനെ നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളുമായിട്ട് അവിട്ടം ദിനവും കടന്നുപോയി. പക്ഷേ ഷാജി അണ്ണന് അമ്മയുടെ കൂടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം, കുഞ്ഞമ്മ ഒത്തിരി നാൾ കൂടിയല്ലേ വന്നത് എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചിരുത്തി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ വീടിൻ്റെ ടെറസിലോട്ട് വന്നതാട്ടോ നമ്മുടെ വീഡിയോയ്ക്ക് വോയിസ് ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേ അയൽവക്കത്തുള്ള വീടെല്ലാം ഓണത്തിമിർപ്പിലായിരുന്നു. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ അവിടെ അന്താക്ഷരിയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ അടുത്ത വീടുകളിലെല്ലാം നിറയെ ആൾക്കാരായിരുന്നു കേട്ടോ. പാട്ടും മേളവും സംസാരവും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ പാടുപെട്ട് വോയിസൊക്കെ ഇട്ടു. പിന്നെ കിടക്കാവുന്ന കണ്ട് താഴോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് സുചേച്ചിക്ക് തയ്ക്കണം, ഉടനെ എൻ്റെ ചുരിദാർ തയ്ച്ചേ ഒക്കത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ സുചേച്ചി ഒരു മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ടോപ്പ് തയ്ക്കുകയാണ്. ചുരിദാറും പാൻറ്റും ഉള്ള മെറ്റീരിയലായിരുന്നു കേട്ടോ. അപ്പോൾ പാൻറ്റിൻ്റെ മെറ്റീരിയൽ കുക്കുവിനും ടോപ്പിൻ്റെ മെറ്റീരിയൽ എനിക്കും ചുരിദാറാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവിടെ ഉറക്കളച്ചിരിക്കുന്നതിന് മുത്തു എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. 12 മണി കഴിഞ്ഞു കണ്ടോ. അപ്പോൾ ഞങ്ങൾ ചുരിദാറൊക്കെ തയ്ച്ചിട്ടൊക്കെ നോക്കി അളവൊക്കെ ശരിയാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ പിന്നെ കിടന്നത്. അങ്ങനെ ഇന്നത്തെ ദിവസവും കഴിഞ്ഞു പോയി. ഇനി നമുക്ക് അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. ഞങ്ങളുടെ പൊട്ടത്തരമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് കമൻ്റ് ഇടണം.
എല്ലാവരുടെയും സ്നേഹത്തിനും സന്തോഷം അറിയിക്കുന്നു. എല്ലാവരും സമാധാനമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥനകൾ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.